എക്കണോമിക്സിൽ ഒരു തിയറി പറയും, അവൈലബിലിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞ് കുറഞ്ഞ് വരും എന്നുള്ളത്. നമ്മുടെ ജീവിതവുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുത്തിയ എത്ര സത്യമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിളാണ് എന്ന് കരുതുക. നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ സാമീപ്യം എപ്പോഴും ഉണ്ട്. നമ്മളോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം, നമ്മളുമായിട്ട് സ്നേഹം പങ്കിടാം, നമ്മുടെ സഹായങ്ങൾ എപ്പോഴും കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വില അറിയില്ല. നമ്മൾ വല്ല ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒക്കെ വരുമ്പോൾ എന്തൊരു ഡിമാൻഡാണ് അല്ലേ. നമുക്ക് വേണ്ട ആഹാരങ്ങൾ ഒരുക്കിത്തരും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടുകാർ പരിചരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും അവൈലബിൾ അല്ല. അങ്ങനെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തൊരു ഡിമാൻഡാണ്. അപ്പോൾ അതിനർത്ഥം എല്ലാവരും വീട്ടിൽ നിന്ന് മാറിപ്പോവുക എന്നല്ല. നമ്മളുടെ എല്ലാ ബന്ധങ്ങളിലും ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരണം. കാരണം നമ്മളെല്ലാവർക്കും അങ്ങോട്ട് അവൈലബിൾ ആവരുത്, എല്ലായ്പ്പോഴും അവൈലബിൾ ആവരുത്. പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വീട്ടിൽ നമ്മൾ ദിവസേന രാത്രി എത്തുന്ന ആളാണെന്ന് വെച്ചാൽ അവിടെ എത്തരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം നമ്മളെ അങ്ങനെ സുലഭമായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ വില ആർക്കും മനസ്സിലാവില്ല. ഇപ്പോൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് രാപ്പകൽ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അവരാഹാരം വെച്ച് കൊടുക്കുന്നു, വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യുന്നു. അവരെ സത്യത്തിൽ അവരുടെ എന്നും ഒരു പരാതി എന്താണ്? ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളത്. കാരണം അവരെപ്പോഴും അവൈലബിളാണ്. അവരുടെ ഡിമാൻഡ് കുറഞ്ഞു വരിക. അതേസമയം അവരൊരു 10 ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കട്ടെ, അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കില്ലേ? അതാണ് ഈ പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രായോഗിക രൂപം. നമ്മൾ ആരുടെ അടുത്തും ഏതൊരു ബന്ധത്തിലും നമ്മൾ അങ്ങനെ അവൈലബിൾ ആവണ്ട. കുറച്ചൊക്കെ നമുക്ക് ഡിമാൻഡ് വേണ്ടേ, എന്നാലേ അവർക്ക് നമ്മുടെ വിലയറിയുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രാപ്യമായിട്ട് അങ്ങോട്ട് നിൽക്കണ്ട, കുറച്ച് ഡിമാൻഡ് കൂട്ടുക, അവൈലബിലിറ്റി അങ്ങോട്ട് കുറയ്ക്കുക, നമ്മുടെ വില അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് വരും കേട്ടോ.